ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങൾ ഓർക്കുന്ന വ്യക്തിയുടെ ചിന്തകൾ എന്താണെന്നുള്ളതാണ്. റീഡിംഗ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക. ശേഷം ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക. നമുക്ക് നോക്കാം ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന്. 3 ഓഫ് വൺസ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, ടെമ്പറൻസ്, മജീഷ്യൻ, 4 ഓഫ് സോർട്സ്, 9 ഓഫ് കപ്സ്, ഹാങ്ഡ് മാൻ, ഏസ് ഓഫ് സോർട്സ്. ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്കിവിടെ ആദ്യം 3 ഓഫ് വൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് മാത്രമല്ല അവരുടെ ഭാവിയെക്കുറിച്ചും വളരെയധികം ആഴത്തിൽ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബന്ധം, നിങ്ങളുമൊത്തുള്ള ഈ ഒരു ബന്ധം എവിടേക്ക് പോകും, ഈ ഒരു കണക്ഷൻ ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമോ എന്നുള്ളൊരു ചോദ്യം ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഈ ഒരു സമയത്തുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം, അവർ എത്ര വേണമെങ്കിലും വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് കാണിക്കുന്നുണ്ട്. ശരിയായ സമയത്ത് നല്ല രീതിയിൽ ഈ ഒരു ബന്ധം മുന്നോട്ട് പോകും എന്നുള്ളൊരു വിശ്വാസവും ഈ ഒരു വ്യക്തിക്ക് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഫാൻറ്റസി അല്ല എന്നും കാർഡുകൾ നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. പ്രാക്ടിക്കൽ ആണെന്നും ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഇത് സ്റ്റേബിൾ ആകുമോ, റിയൽ ലൈഫിൽ വർക്ക് ചെയ്യുമോ എന്നൊക്കെയുള്ളൊരു ചിന്ത ആ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ വാല്യൂ ഉള്ള ഒരാളായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളെ വളരെയധികം ബഹുമാനത്തോടു കൂടി ഇവർ മനസ്സിൽ നോക്കി കാണുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ടൈം, റെസ്പോൺസിബിലിറ്റി, ഇതെല്ലാം ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു ബന്ധമായിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളെ കാണുന്നതായിട്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി, അതായത് ഇവരുടെ ഉള്ളിൽ ഇമോഷണൽ വാറുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ അത് പുറത്ത് കാണിക്കുന്നില്ല എന്നാണ് നമുക്കിവിടെ കാർഡുകൾ പറഞ്ഞു തരുന്നത്. ഫീലിങ്സ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്, പക്ഷേ അത് കൺട്രോൾ ചെയ്യുന്നു. ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഓവർ ഇമോഷൻ ആകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓവർ ഡിസ്റ്റൻസ് ആകാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ധാരാളം ചിന്തകൾ, നിങ്ങളെക്കുറിച്ച് ധാരാളം ചിന്തകൾ ഈ ഒരു വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അതായത് എല്ലാ കാര്യങ്ങളും ഇവർ വിചാരിച്ചതുപോലെ നടക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുറച്ചുകൂടി പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഇത് പോസിബിൾ ആണ് എന്നൊക്കെയുള്ളൊരു ചിന്ത ഈ ഒരു വ്യക്തിക്ക് ഉണ്ടെന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എല്ലാം തുറന്നു പറയുവാനുള്ള ഒരു ധൈര്യം ഈ ഒരു വ്യക്തിക്കില്ല എന്നാണ് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ പെട്ടെന്ന് കയറി സംസാരിച്ചാൽ അത് തെറ്റായി പോകുമോ, അത് നിങ്ങൾ ഏത് രീതിയിൽ എടുക്കും എന്നുള്ള ചെറിയൊരു ഭയം അത് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. എന്തായാലും കുറച്ചുകൂടി ടൈം എടുത്ത് മുന്നോട്ട് പോകാം, അപ്പോൾ ഒരു ക്ലാരിറ്റി വരും എന്നൊക്കെയുള്ള ഒരു രീതിയിൽ ഇവർ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്തായാലും ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇവർ ഇപ്പോൾ കുറച്ച് സൈലൻ്റ് ആയി ഇരിക്കുന്നത്. ഒരിക്കലും ഇത് നിങ്ങളെ അവഗണിക്കുന്നതല്ല. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ ഒരു വ്യക്തിയുടെ മനസ്സിലോട്ട് വളരെയധികം ഒരു സന്തോഷം, അതുപോലെ തന്നെ ഒരു സംതൃപ്തി, ഇതൊക്കെ ആണ് കടന്നു വരുന്നതായിട്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ലൈഫിലെല്ലാം പെർഫെക്റ്റ് അല്ലെങ്കിലും നിങ്ങൾ അവരുടെ ഹാർട്ടിനെ സോഫ്റ്റ് ആക്കുന്നു. അതാണ് നമുക്ക് ഈ ഒരു കാർഡ്, ഈ ഒരു 9 ഓഫ് കപ്സ് പറഞ്ഞു തരുന്നത്. എന്ത് തന്നെ ആയാലും ഈ ഒരു വ്യക്തി വെയിറ്റ് ചെയ്യുവാൻ തയ്യാറാണ്. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം, എന്നിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു ചിന്തയിൽ ഇരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ അവരുടെ മൈൻഡിൽ ക്ലാരിറ്റി ബിൽഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഈ ഒരു വ്യക്തി ഇപ്പോഴത്തെ ഇവരുടെ ചിന്തകളിലൂടെ കടന്നു പോകുന്ന കാര്യം, ചില കാര്യങ്ങൾ നിങ്ങളോട് ഇനിയും ഇവർ പറയുവാൻ ബാക്കിയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു കാര്യങ്ങൾ എല്ലാം പറയണോ, ഇവിടെ ഈ ഒരു സമയത്ത് തന്നെ ഒരു കോൺവെർസേഷൻ തുടങ്ങണോ, ഒരു ക്ലിയർ ഡിസിഷൻ എടുക്കണോ എന്നൊക്കെയുള്ള ഒരു ചിന്തയിലൂടെ ഇവർ കടന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഏസ് ഓഫ് സോർട്സ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും
ഈ ഒരു സൈലൻസ് ഇത് ബ്രേക്ക് ചെയ്യുമെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു സംസാരം വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അത് ഉടൻ തന്നെ സംഭവിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തി പോലും ഇത്രയും അതായത് ഇത്രയും വേഗത്തിൽ നിങ്ങളോട് സംസാരിക്കുവാൻ കഴിയുമോ എന്ന് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നില്ല. പക്ഷെ അത് ഉടൻ ഉണ്ടാകുമെന്നാണ് നമുക്കിവിടെ ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, തീർച്ചയായിട്ടും നിങ്ങളെ അവർ കാഷ്വലായിട്ടല്ല കാണുന്നത്. അതായത് ഇവിടെ ഒരു ലോങ് ടൈം പോസിബിലിറ്റി ആയിട്ട് ഇവർ നിങ്ങളെ കാണുന്നതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവർ ഫീലിങ്സ് കൺട്രോൾ ചെയ്യുവാൻ ശ്രമിക്കുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും മുഴുവനായിട്ട് നോക്കുമ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ട്രൂത്ത് പറയാനുള്ള ആ ഒരു ടൈം അടുത്തിരിക്കുന്നു. ഇവിടെ നിങ്ങൾ അവരുടെ മൈൻഡിൽ താൽക്കാലികമായി വന്നു പോകുന്ന ഒരു വ്യക്തിയല്ല. എപ്പോഴും അവരുടെ മൈൻഡിൽ നിങ്ങളുണ്ട്, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുണ്ട് എന്നാണ് നമുക്ക് ഈ ഒരു കാർഡുകൾ ഇവിടെ വ്യക്തമാക്കി തരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഡിസിഷൻ പെൻഡിങ് സോൾ കണക്ഷൻ ആണ് ഇവിടെ നമുക്ക് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഉടൻ തന്നെ നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ തമ്മിൽ ചില കാര്യങ്ങൾ, അതായത് ഈ ഒരു വ്യക്തി പറയാത്ത ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്കും ഒരു വ്യക്തത വരുമെന്നാണ് ഈ ഒരു കാർഡുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക്